എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിൽ തകർന്നു വീണ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നതിന് തൊട്ടുപിന്നാലെ വിമാനത്തിൽ നിന്നും പൈലറ്റുമാരുടെ മെയ്ഡേ സന്ദേശം ലഭിച്ചിരുന്നു. പിന്നാലെ നിശബ്ദതയായിരുന്നു. ദുരന്തമുണ്ടാകുമ്പോൾ എമർജൻസി ലാൻഡിങ്ങിനു വേണ്ടിയാണ് പൈലറ്റുമാർ മെയ്ഡേ സന്ദേശം നൽകുന്നത്. ഇന്നുച്ചയ്ക്ക് 1:38 വിമാനം പറന്നുയർന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണു. DGCയുടെ കണക്കനുസരിച്ച് 2 പൈലറ്റുമാരും 10 ക്യാബിൻ ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ 242 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാരിൽ 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ്. 169 ഇന്ത്യക്കാരും 7 പോർച്ചുഗീസുകാരും 1 കനേഡിയൻ പൗരനും ഉണ്ടായിരുന്നു. കൂടാതെ കുട്ടികളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ദുരന്തത്തിൽ എത്ര പേർ മരിച്ചെന്നോ എത്ര പേർക്ക് പരിക്കേറ്റെന്നോ വ്യക്തമല്ല. 200ഓളം ഫയർ യൂണിറ്റുകളടക്കം രക്ഷാപ്രവർത്തനത്തിൽ വ്യാപൃതരാണ്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും വിമാനത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. അപകടത്തിൽപ്പെട്ടവരിൽ മലയാളികളും ഉണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.